ഓക്കെ, അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ പാർട്ട് ഇട്ടു. നമുക്കിന്ന് കൂടുതൽ എന്ത് ചെയ്യുക, നിങ്ങളെ ന്യൂമറിക്കൽസ് കുറച്ച് എന്താണ് ഭയാനകമായ ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലത്തേക്ക് ഈ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്ന് തീർത്തിട്ട് ഒരു സമാധാനത്തിൽ നമുക്ക് ഇരിക്കാം ആദ്യം. അപ്പോൾ എ പേഴ്സൺ ഇത് ആക്ച്വലി നമ്മളെ സെലക്റ്റഡ് എൻ സി ആർ ടി എക്സാമ്പിളർ പ്രോബ്ലംസ് ആണ്. എ പേഴ്സൺ ഡ്രൈവിംഗ് എ കാർ സഡൻലി അപ്ലൈസ് ബ്രേക്ക് ഓൺ സീയിങ് എ ചൈൽഡ് ഓൺ ദ റോഡ് ഹെഡ്. ഒരാളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നടുക്ക് റോഡിൽ എന്ത് ചെയ്തു, ഒരു കുട്ടീനെ കണ്ട്. അപ്പോൾ ചങ്ങ എന്ത് ചെയ്ത് ബ്രേക്ക് അടിച്ച്. ഇഫ് ഈസ് നോട്ട് വെയറിംഗ് സീറ്റ് ബെൽറ്റ് എടുത്തെങ്കിൽ ഹി ഫോൾസ് ഫോർവേഡ് ആൻഡ് ഹിറ്റ്സ് ഹിസ് ഹെഡ് അഗൈൻസ്റ്റ് സ്റ്റിയറിംഗ് വീൽ. എന്താ സംഭവിക്കുക, ഞങ്ങൾ നമ്മൾ എന്തുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്നത്, കാരണം പെട്ടെന്നായിട്ട് ബ്രേക്ക് അടിക്കേണ്ടി വന്നാൽ നേരെ സ്റ്റിയറിംഗ് വീൽ, അതായത് ഇപ്പോൾ ആളിങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ നേരെ സ്റ്റിയറിംഗ് വീൽ അടിച്ചിട്ട് അയാളെ നെറ്റി മൊത്തം അടിച്ച് പണിയായി പോകും. എന്തുകൊണ്ട് അങ്ങനെ ആക്ച്വലി സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ലോ ഓഫ് ഇനർഷ്യ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. വെൻ എ പേഴ്സൺ ഡ്രൈവിംഗ് എ കാർ സഡൻലി അപ്ലൈസ് ബ്രേക്ക്, ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ലോവർ ഡൗൺ വൈൽ ദ കാർ അപ്പർ പാർട്ട് ഓഫ് ബോഡി കണ്ടിന്യൂസ് ടു മൂവ് ഫോർവേഡ്. നമ്മൾ ഇരിക്കുന്ന ലോവർ ബോഡി, അതായത് നമ്മളെ ലെഗ്സും നമ്മളെ ഒരു ബാക്ക് പുറത്തിൻ്റെ ലോവർ പാർട്ടല്ലോ, അതായത് ഒരു റെസ്റ്റിലാണ് നിൽക്കുന്നത്. എന്ന് പറയേണ്ടത് ഈ പറഞ്ഞ ഒരു സ്ലോ മോഷനിലാണ് നിൽക്കുന്നത്. എന്ന് പറയുക ഒരു കൈൻഡ് ഓഫ് ഒരു റെസ്റ്റിൻ്റെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പർ ബോഡി, അതായത് നമ്മളെ ഈ കൈയിൻ്റെ ഭാഗം, നമ്മളെ മുഖത്തിൻ്റെ ഭാഗം, അതിങ്ങനെ കോൺസ്റ്റൻ്റ് ഇങ്ങനെ മുന്നോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്നാ പറയേണ്ടത്, ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അതായത് ഈ റെസ്റ്റിൽ നിൽക്കുന്ന നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ബ്രേക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ ഏടിയാണ് കാല് വെച്ചത്, കാലല്ലെങ്കിൽ നമ്മൾ ആ ഇരുന്ന ഭാഗം ഒരിക്കലും എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് വരുന്നില്ല. അതാണ് ഇരുന്നിടത്ത് തന്നെ ഉണ്ട്. ആകെ നമ്മൾ ഈ ഒരു പുറത്തിനൊരു പകുതി മുതൽ മുകളിൽ വരില്ല ആ ഒരു ഭാഗം, അതായിരിക്കും ഇങ്ങനെ മുന്നോട്ടേക്ക് വരിക. ഒരു ഡയഗണൽ പോലെ സ്ട്രേറ്റ് ആയിട്ട് മൊത്തം ഇങ്ങനെ സാധനം വരുന്നതല്ല. ഇതിങ്ങനെ വെച്ചുകൊണ്ട് താഴത്തെ ഭാഗം ഇങ്ങനെ വെച്ചുകൊണ്ട് മുന്നോട്ടേക്കുള്ള ഭാഗം ഇങ്ങനെ വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇനർഷ്യ കാരണമാണത്. ഈ മുകളിലത്തെ ഭാഗത്തിന് ഇനർഷ്യയാണ്, ഇനർഷ്യ ഓഫ് മോഷൻ കാരണമാണ്. ഇനർഷ്യ ഓഫ് മോഷൻ, അപ്പർ പാർട്ട് കണ്ടിന്യൂസ് ടു ബി ഇൻ ഇനർഷ്യ ഓഫ് മോഷൻ. ഇഫ് ദ ഡ്രൈവർ ഇസ് നോട്ട് വെയറിംഗ് സീറ്റ് ബെൽറ്റ് ദെൻ ഹി ഫോൾസ് ഫോർവേഡ് ആൻഡ് ഹിറ്റ് ഹെഡ് അഗെയിൻസ്റ്റ് സ്റ്റിയറിംഗ് വീൽ. അപ്പോൾ അതിൻ്റെ ആൻസർ മനസ്സിലല്ല, അത് അങ്ങനെ ചെയ്യേണ്ടത്. അടുത്തത്, വൈ ആർ പോർസിലിൻ ഒബ്ജക്ട്സ് റാപ്ഡ് ഇൻ പേപ്പർ ഓർ സ്ട്രോ ബിഫോർ. നമ്മൾ ചിലപ്പം കണ്ടിട്ടുണ്ട് ഈ പോർസിലിൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസില്ല ചില ഇൻസ്ട്രുമെൻസിലുണ്ട്. ഇപ്പോൾ ഗ്ലാസ് അല്ലെങ്കിൽ ടി വിൻ്റെ സെറ്റ്, ഇതെല്ലാം നമ്മൾ പുതുതായിട്ട് മേടിക്കും. അതിങ്ങനെ തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പരോ ഞാൻ ചെറുപ്പത്തിൽ കാണിക്കുന്ന ഒരു സാധനമുണ്ട്, ഇങ്ങനെ നമ്മളെ ബബിൾ പൊട്ടിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു പേപ്പറിൻ്റെ മുകളിൽ കുറേ ബബിൾ പോലത്തെ ഡുഡു ഇങ്ങനെ പൊട്ടിക്കുന്ന നല്ല രസമാണ്. അല്ലെങ്കിൽ ഇത് ഒന്നിക്കൽ പേപ്പർ അല്ലെങ്കിൽ സ്ട്രോ അല്ലെങ്കിൽ തെർമോക്കോള്, ഇതെല്ലാം വെച്ചിട്ട് അതിനെ ആ പറയുന്നത് എന്താക്കി വെച്ചിട്ടുണ്ടാവും, ആ പറഞ്ഞ അതിൽ സീലാക്കി വെച്ചു. എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട് അത് ഗ്ലാസ്സാണ്, വെറും ഗ്ലാസ് ആയിട്ട് അത് നമുക്ക് കാർഡ്ബോർഡ് പെട്ടിയിൽ ഇട്ടുകൂടാം. പോർസിലിൻ ഒബ്ജക്ട്സ് ആർ റാപ്ഡ് ഇൻ പേപ്പർ സ്റ്റോ ബിഫോർ പാക്കിംഗ് ടു റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ഡാമേജ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ട്രാൻസ്പോർട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ വേറെയും കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് അറിയേണ്ടത് ഇപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് അടിക്കുമ്പോൾ ഇത് മുന്നോട്ടേക്ക് വരും, ബാക്കോട്ടേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഈ പറഞ്ഞ അതിൻ്റെ ഉള്ളിലത്തെ സാധനത്തിനുള്ളിൽ. ഫ്രജൈലായിട്ടുള്ള നമ്മൾ ചില ബോക്സിന് പെട്ടിനോളെല്ലാം കാണില്ലേ, ഒബ്ജക്ട്സ് ആർ ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ എന്നാലോ, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വീണു വല്ലതും ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഡെലിക്കേറ്റ് മെറ്റീരിയലിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാപ്ഡ് ഇൻ പേപ്പർ ഓർ സ്റ്റോർ തെർമോകോൾ. അപ്പോൾ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ സഡൻ ജെർക്സ്, പെട്ടെന്ന് ബ്രേക്ക് അടിക്കേണ്ടി വരുമ്പോൾ സഡൻ ജെർക്കായി ഇപ്പോൾ ഈവൻ ഫോൾ, അല്ലെങ്കിൽ ഈ സാധനം താഴെ വല്ലതും വീണവും ഡ്യൂറിങ് അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളിത് ആക്ച്വലി വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന ഇമ്പൾസ്, അതായത് ഒരു ഇമ്പൾസീവ് ഫോഴ്സ് കുറയും. ഇമ്പൾസീവ് ഫോഴ്സ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുക, നമ്മൾ അതിനുള്ളിൽ ഇമ്പാക്റ്റ് ഓഫ് ടൈം കൂട്ടിയാൽ മതി. അതായത് ആ ഫോഴ്സ് ഈ പറഞ്ഞ സ്ട്രോ അല്ലെങ്കിൽ ആ തെർമോക്കോൾ തട്ടിയിട്ട് ആ ഇമ്പാക്റ്റ് അതിനെ മൊത്തം അബ്സോർവ് ചെയ്തിട്ട് എന്നിട്ട് മാത്രമേ തൂടും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഒരു 90% ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 90% ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും. ഈ പറഞ്ഞ നമ്മളെ ഡിസേബിൾ ആയിട്ടുണ്ടാവും. ഡിസേബിൾ എന്നല്ല, ഈ പറഞ്ഞ കുറച്ചും കൂടി ആ സംഭവം അതിൻ്റെ ഈ ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്ക്. അതാണ് അത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. F=Δp/Δt lesser force acts on the object. ഓക്കെ, ടൈം നമ്മൾ കൂട്ടിയാൽ മതി, എന്നിട്ട് ഒബ്വിയസ്ലി ഫോഴ്സ് കുറഞ്ഞോളൂ. അടുത്തത്, വൈ ഡസ് എ ചൈൽഡ് ഫീൽ മോർ പെയിൻ വെൻ ഹി ഫോൾസ് ഫ്രം എ ഹാർഡ് സിമെൻറ്റ് ഫ്ലോർ. നമ്മളൊന്നിക്കൽ രണ്ട് കേസസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സ്നോയിലേക്ക് ഭയങ്കര മഞ്ഞ് പോലത്തെ സ്ഥലത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ അത്ര നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം അവിടെ ഇതേ പറഞ്ഞ കോൺസെപ്റ്റ്, അവിടെ ടൈം കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ സ്നോയിൽ വീണ് കുറച്ചും കൂടി താഴെ, അതായത് നമ്മൾ കുറച്ചും കൂടി അവിടെ കുഴിഞ്ഞു പോകും അതിൻ്റെ ഉള്ളിൽ. എന്ന് പറയുക അതിൽ കുറച്ചും കൂടി താണു പോകും. അപ്പോൾ ആ പറഞ്ഞാൽ നമ്മളെ കൈയിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ബോഡീൻ്റെ മുകളിൽ ഇമ്പാക്റ്റ് എത്രത്തോളം അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം ഭയങ്കര പരന്നിട്ടുള്ള സിമെൻറ്റിൻ്റെ നിലത്താണ് വീണെങ്കിലോ അയാളെ കാര്യം മിക്കവാറും പണിയായിട്ടുണ്ടാവും, തീർന്നു പോയിട്ടുണ്ടാവും അയാളെ കാര്യം. അതാണ് F × dt, അതാണ് ആ ഇമ്പൾസുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റിൻ്റെ കാര്യം. ഇത് ഫോഴ്സ് × Δt.
സ്റ്റോപ്പിംഗ് അതായത് എന്താണ് ഡെൽറ്റ ടി ഡിക്രീസ് ടൈം ഡിക്രീസ് ദർഫോർ ഫോർ സഡൻലി ഇൻക്രീസസ് ആൻഡ് ഹെൻ ചൈൽഡ് ഫീൽ മോർ പെയിൻ വെൻ ഷി ഫോൾസ് ഓൺ എ സോഫ്റ്റ് മടി ഗ്രൗണ്ട്. അപ്പോൾ എന്താ മടി ഗ്രൗണ്ടിലാകുമ്പോൾ എന്താ സ്ഥിതി കുറച്ചും കൂടി ഇമ്പാക്റ്റിന് അത് അബ്സോർവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ ലോങ് ജമ്പിനെല്ലാം പോകുന്ന ആൾക്കാർ ഇതിപ്പോൾ ഇതാണ് മറ്റേ ആ സാധനം അവരിങ്ങനെ ഇവിടെ പോൾ കുത്തിയിട്ട് അത് ആ വടി കുത്തിയിട്ട് ഇങ്ങനെ ഇപ്പുറത്തെത്തുമ്പോൾ ഇങ്ങനെ വലിയൊരു എന്താണ് ഫോമിനെ കൊണ്ടുണ്ടാക്കിയ ഒരു വളരെ സോഫ്റ്റ് ആയൊരു മെറ്റീരിയലാണ്. എന്തുകൊണ്ടാണ്? കാരണം നിലത്തായിട്ട് വീണ് കഴിഞ്ഞാൽ അയാൾ പുറം പോവും, അതോടുകൂടി തീർന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇയാൾ ഇവിടെ വീണാണ് കംപ്ലീറ്റ് ഇങ്ങനെ കുഴിഞ്ഞിട്ട് ഇവിടുത്തം വരെ എത്തിയിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത്രയും എന്താണ് ഫോഴ്സിനകത്ത് കംപ്ലീറ്റ് ഇമ്പൾസിനെ മൊത്തം അബ്സോർവ് ചെയ്തിട്ടാണ് അത്രയും ടൈം അത് കൂട്ടുന്നതുകൊണ്ട് നമുക്ക് അത്രത്തോളം ഫോഴ്സ് കുറച്ചിട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ പരിക്ക് പറ്റാത്തത്. അപ്പോൾ അത് മനസ്സിലാക്കാം, അത് ഇമ്പൾസിൻ്റെ കോൺസെപ്റ്റാണ്. അടുത്തൊരു ക്വസ്റ്റ്യന്, വൈ ആർ മൗണ്ടൻ ജനറലി മേഡ് വൈൻഡിങ് ടുവേർഡ്സ് അപ്വേർഡ്സ് റാദർ ദാൻ ഗോയിങ് സ്ട്രൈറ്റ് അപ്പ്. മൗണ്ടൻ റോഡ്സിലെല്ലാം പോകുന്ന പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെതാണ് സംഭവം കുറച്ചും കൂടി കർവായിട്ട്, അതായത് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നാണ് അതിന് ആക്ച്വലി പറയാം. നമ്മളെന്താ ഈ പറഞ്ഞ കുറച്ചും കൂടി ഒരു ആംഗിളായിരിക്കും ഇത് ഇങ്ങനെ വരക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ആംഗിളായിരിക്കും ഈ പറഞ്ഞ ഏത് വരച്ചിട്ടുണ്ടാവും നമ്മളെ സൈഡ്സ് ഇങ്ങനെ കുറച്ചും കൂടി ഒരു അതിൻ്റെ ഒരു എന്താണ് സൈഡ് കുറച്ചും കൂടി മുകളിൽ പൊന്തിച്ചിട്ടായിരിക്കും, അതായത് കുറച്ചും കൂടി ഹൈറ്റിന് ചെയ്തിട്ടായിരിക്കും അതിനെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവം കർവ് പോകേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കും. വൈൽ ഗോയിങ് അപ്പ് മൗണ്ടൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ടിങ് അലോങ് ദ വെഹിക്കിൾ എം ഇസ് എഫ് ഇസിക്കലും മ്യൂ ആറിക്കലും മ്യൂ എം ജി കോസ് തീറ്റ വേർ തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് സ്ലോപ്പ്. ഇതാണ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് സ്ലോപ്പും പിന്നെ റോഡ് വിത്ത് ഹൊറിസോണ്ടൽ ടു അവോയ്ഡ് സ്കിഡിങ് ഫോഴ്സ്. ഇങ്ങനെ സംഭവം വണ്ടി തെന്നി മാറിയിട്ട് മറ്റേ എന്താണ് ആ പറഞ്ഞ നിലത്ത് വീണ്ടെടുക്കേണ്ടിയിട്ട്. കാരണം ഇതിപ്പോൾ വലിയ മൗണ്ടനിൽ പോകുന്ന സമയത്ത് ഓബ്വിയസ്ലി ഈ പറയുന്ന സ്ഥലമല്ലോ കുഴിയായിരിക്കും, കുഴിയെന്നല്ല മൗണ്ടന് താഴ്ഭാഗമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഇപ്പോൾ ഡിവൈഡർ ഇല്ല, ഡിവൈഡർ എന്നല്ല ഈ പറഞ്ഞ നമ്മളെ വണ്ടീനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനമില്ല. ഇപ്പോൾ എന്താ സ്കിഡ് ചെയ്ത് നേരെ പോവും, ആ വണ്ടി അങ്ങ് താഴെ എത്തിപ്പോവും. അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്തിട്ടാണ് ഈ റോഡിൻ്റെ ഹൈറ്റ് കുറച്ചും കൂടി ഉയർത്തിയിരിക്കുന്നത്. To avoid screening ഇതാണ് the force of friction should be large, therefore cos theta should be large and hence theta should be low. That's why mountain roads are generally made winding upwards rather than going straight up to. അപ്പോൾ സ്ട്രേറ്റ് റോഡ് ഒഴിവാക്കിയിരുന്ന കുറച്ചും കൂടി പൊന്തിച്ചിട്ട് കുറച്ചും കൂടി അത് ബാങ്ക് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ആ പറഞ്ഞ ടു അവോയ്ഡ് ദറ്റ് സ്ലിപ്പിംഗ് കേസ്. ആ സ്ലിപ്പിംഗ് ഒഴിവാക്കേണ്ടിയിട്ടാണ് അവർ റോഡിനെ ബാങ്ക് ചെയ്യുന്നത്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ നമുക്ക് 4 സബ് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ പാർട്ട് അവസാനിക്കുക. വീണ്ടും ഇതാ എക്സ്പ്ലെയിൻ വൈ എ ഹോർസ് കനോട്ട് പുൾ എ കാർട്ട് ആൻഡ് റൺ ഇൻ എംപ്റ്റി സ്പേസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കുതിര, ഒരു ചാരിയറ്റ്, ഒരു എന്താണ് പറയാം, നമ്മളെ ഈ ശ്രീകൃഷ്ണനെ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവല്ലോ, ഒരു ചാരിയറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഇപ്പോൾ കുതിരേനെ അതിൽ കണക്ട് ചെയ്തിട്ട് എന്താണ് ഇങ്ങനെ അയാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഐ മീൻ ശ്രീകൃഷ്ണനോട് ഇരുന്നിട്ട് എന്ന് പറയേണ്ടത് ഈ പറഞ്ഞ നമ്മളെ ഈ പറയുന്ന എന്തിന് ഈ ഒരു റോപ്പ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ ഈ സാധനം ഇങ്ങനെ മുന്നോട്ട് ഇവിടെ ഇങ്ങനെ 2 വീൽസും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വണ്ടി മുന്നോട്ട് ചെയ്യും. ഇതേ സാധനം എന്താണ് നേരെ എന്ന് പറയേണ്ടത് ഈ പറഞ്ഞ ആകാശത്ത്, അതായത് എം ടി സ്പേസിലേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ സാധനത്തിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താ ആ ഹോഴ്സിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വെൻ എ ഹോഴ്സ് ഇസ് ട്രൈങ് ടു പുൾ എ കാർട്ട് ഹി പുഷസ് ദ ഗ്രൗണ്ട് ബാക്ക്വേർഡ്സ് അറ്റ് ആൻ ആംഗിൾ. നിങ്ങളെന്ന് സംഭവിച്ചു നമ്മൾ ആക്ച്വലി ഇങ്ങനെ മുന്നോട്ടേക്ക് നടക്കുന്നത്, നമ്മൾ ബാക്കോട്ടേക്ക് ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടാണ് ആക്ച്വലി നമുക്ക് മുന്നോട്ടേക്ക് നടക്കാൻ പറ്റുന്നത്. ബാക്കോട്ടേക്കുള്ള ഫോഴ്സിൻ്റെ റെസിസ്റ്റൻസിനെ മറികടന്നിട്ടാണ് നമുക്ക് ആക്ച്വലി മുന്നോട്ടേക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നത്. ആക്ച്വലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ കാല് വെക്കുന്നത് കാലിനെ എന്താ പറയുക ഗ്രാവിറ്റീനെ എഗെയിൻസ്റ്റ് പറിച്ചെടുത്തിട്ടാണ്. ആക്ച്വലി അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ലല്ലോ, പക്ഷേ അവിടെ ആക്ച്വലി ഒരു വലിയ കോൺസെപ്റ്റ് ഉണ്ട് ഇങ്ങനെ എന്ന് പറയേണ്ടത്. ആ പറിച്ചെടുത്തിട്ട് ഗ്രാവിറ്റീനെ എഗെയിൻസ്റ്റ് പറിച്ചെടുത്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. ആണ് ഫ്രിക്ഷനേ ഇല്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ പോവാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഗ്രൗണ്ട് ഓൾസോ അപ്ലൈ ഈക്വൽ റിയാക്ഷൻ ഫോഴ്സ് ഓൺ ദ ഫീറ്റ്. അപ്പോൾ ഇയാൾ എന്താണ് ഈ കാല് നമ്മളെ ഈ പറഞ്ഞ ഹോഴ്സ് കാല് എന്താണ് റോട്ടിൽ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വെക്കുന്ന സമയത്ത് അതേപോലെ തന്നെ റിയാക്ഷൻ ഫോഴ്സ് എന്താണ് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷൻ ഫോഴ്സ് ആര് തരുന്നുണ്ട്? ഗ്രൗണ്ട് ആ പറയുന്ന ഹോഴ്സിൻ്റെ ചെരുപ്പ് എന്നല്ല നമ്മളെ കാലുമേൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ദ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് റിയാക്ഷൻ ഫോഴ്സ് ബാലൻസ് ദ വെയിറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ വെയിറ്റ് ഓഫ് ഫോഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആ എന്താണ് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നത്, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നേരെ നിൽക്കുന്ന ഹോഴ്സിൻ്റെ വെയിറ്റിനെ അത് കംപ്ലീറ്റ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതവിടെ താഴെ വീണുമല്ലോ. അതിനെ കറക്റ്റ് അതിനെ നിൽക്കുന്ന എന്താ പറയുക, നമ്മളതിനെ ഇപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി വെയിറ്റ് നമ്മൾ ബാലൻസ് ആവുന്നിട്ട് നമുക്കിങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളവിടെ നിലത്ത് വീണ് പോകാനോ. ഈ ഹൊറിസോണ്ടൽ ഇങ്ങനെ പോകുന്ന ഫോഴ്സാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള ഡയറക്ഷനിൽ സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്താ നമ്മളെ സ്പേസിൽ എന്തില്ല? റിയാക്ഷൻ ഫോഴ്സ് ഇല്ല. യെസ്, ആ റിയാക്ഷൻ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ കാരണം തരാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് നടക്കാത്തത്? ആ ഹോഴ്സിനെ കനോട്ട് പുൾ എ കാർ ആണ് ക്വസ്റ്റ്യൻ ആൻസർ. അടുത്തത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ. പാസഞ്ചേഴ്സ് ആർ ത്രോൺ ഫോർവേഡ് ഫ്രം ദർ സീറ്റ്സ് വെൻ എ സ്പീഡിങ് ബസ്. അടാ ഇത് നിങ്ങൾ സ്ഥിരം കാണണല്ലോ. ഞാൻ തന്നെ എപ്പോഴെന്ന് പറയുന്നത്, ഞാൻ ഇപ്പം കഴിഞ്ഞ വെച്ചിട്ട് തലശ്ശേരി പോയായിരുന്നു. അന്നേരം അലാക്കിൻ എന്ന് പറയേണ്ടത് ബസ്സുകാർ എന്തെന്നാ എപ്പോഴാണ് ബ്രേക്ക് നിർത്തിക്കളയെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മാതിരി ഡ്രൈവേഴ്സാണ്.
ഞാൻ വെറുതെ സീറ്റിൽ എന്തോ എന്ന് പറയാം, വാട്സപ്പിൽ എന്തോ അല്ല മറ്റേ യൂട്യൂബിൽ എന്തോ ഷോർട്സ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ചെങ്ങ എപ്പോഴും ബ്രേക്ക് അടിച്ചാൽ നേരെ ഞാൻ എൻ്റെ മുന്നിലത്തെ സീറ്റിൻ്റെ ബാക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ തലയും കാണിച്ചു കൊടുത്ത്. നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ട് അനുഭവമാണ്. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതേപോലെ എന്താ നമ്മൾ വെറുതെ ഇരിക്കുന്നൊരു എന്താണ് സ്റ്റില്ലായിട്ടുള്ളൊരു ബസ്സിൽ പെട്ടെന്ന് നമ്മൾ എന്താണ് പെട്ടെന്ന് വണ്ടി മുന്നോട്ടേക്ക് ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താണ് ബാക്കോട്ടേക്കാണ് വരിക. ഇതാവുമ്പോൾ എന്താ മുന്നോട്ടേക്ക് വരും. ഇതെന്തുകൊണ്ട് ഇത് ആക്ച്വലി ലോ ഓഫ് ഇനർഷ്യ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. വെൻ ബസ് ഇസ് മൂവിങ് പാസഞ്ചേഴ്സ് സിറ്റിംഗ് ഇൻ ഇറ്റ് ആർ ഓൾസോ മോഷൻ. അപ്പോൾ ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാസഞ്ചേഴ്സ് ഒരു മോഷനിലാണ്. അപ്പോൾ ഏത് സ്പീഡിലാണ് വന്നത്? സ്പീഡ് ഓഫ് ദ ബസ്സിനിപ്പോൾ ഒരു 10 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ നമ്മളും 10 കിലോമീറ്റർ സ്പീഡിലാണ് ഇതിൽ സഞ്ചരിക്കുന്നത്. വെൻ ബസ് ഓഫ് സഡൻലി ഞാൻ പറയില്ല ലോവർ ബോഡി ഓഫ് പാസഞ്ചേഴ്സ് വിച്ച് ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ബസ് സ്ലോവർ ഡൗൺ വിത്ത് ബസ് ബട്ട് അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി. ഇങ്ങനെ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്താ ഈ പറഞ്ഞ ഇനർഷ്യ ഓഫ് മോഷൻ കാരണമാണ് ആക്ച്വലി അങ്ങനെ സംഭവിക്കുന്നത്. കാരണം എന്താ നമ്മളെ ഇനർഷ്യ ഓഫ് മോഷനിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനർഷ്യ അതായത് റെസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനർഷ്യ ഓഫ് മോഷൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്താ അത് നിങ്ങൾ ഓൺ വേർഡ്സിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതല്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ എപ്പോഴും എന്താണ് സ്ഥിരം ബസ് പോകുന്ന ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറയേണ്ട പോലും ആവശ്യമില്ല എങ്ങനെയാണ് സംഭവിക്കുന്നില്ലേ. അപ്പോൾ അതാണ് ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഫിസിക്സ് ഒന്നും അറിയില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം വിഷ്വലൈസ് ചെയ്ത് ഇതെല്ലാം എന്താണ് എപ്പോഴും ഞാൻ തന്നെ സ്ഥിരം ബസ് പോകുമ്പോൾ എന്താ പറയുക ബസ്സിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ അല്ലെ ബസ്സിൻ്റെ സീറ്റിൽ ഇരിക്കുന്നതല്ലേ പോലും അതിൻ്റെ നിൽക്കുന്ന ആൾക്ക് പോലും എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് എത്തിപ്പോകുന്നുണ്ട്. അതെല്ലാം ഭയങ്കര ചാർജ്. ഞാനങ്ങ് നിന്നിട്ടെന്ന് പറയേണ്ടത് എൻ്റെ കൈ അതിൻ്റെ മുകളിൽ കമ്പീനോളിങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനങ്ങ് താഴെ നിലത്ത് വീണത്. അല്ലെങ്കിൽ എന്താ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കമ്പി ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവിടെ നിലത്തവിടെ വീണ് മിക്കവാറും പണിയായിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ഈസിയർ ടു പുൾ എ ലോൺ മൂവർ ദെൻ ടു പുഷ് ഇറ്റ്. ഒരു സാധനത്തിനെ പുള്ള് ചെയ്യാനാണ് എളുപ്പം, അല്ലാണ്ട് അതിനെ പുഷ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പം പുള്ള് ചെയ്യാനാണ്. വൈ എന്താ പുള്ളിങ് ലോൺ മൂവർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പുല്ല് നിങ്ങൾ കാർട്ടൂണെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മളെ പുല്ലെല്ലാം മുറിക്കേണ്ട ഒരു മെഷീൻ ഉപയോഗിക്കും. ഇങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് ഉപയോഗിക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബ്ലേഡ് ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ പുല്ല് മുറിക്കേണ്ട ഒരു ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴും ആ സാധനം എവിടെയൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിൽ അത്ര കോമൺ ഇല്ലെങ്കിൽ വേറെ വിദേശ രാജ്യത്തിലും കാണാൻ പറ്റും. അപ്പോൾ എ ഫോഴ്സ് F is applied in upward direction making an angle theta from the horizontal. Figure A. Its vertical component in upward and decreasing the effective weight of the mover. In pushing a lawn mower, a force എന്താണ് ഈ പറഞ്ഞ ഇസ് അപ്ലൈഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ഫ്രം ഹൊറിസോണ്ടൽ. ഫിഗർ ബി. ഇതാണ് നമ്മളെ പുള്ള് ചെയ്യുമ്പോൾ സ്ഥിതി, ആണ് പുഷ് ചെയ്യുമ്പോൾ സ്ഥിതി. അപ്പോൾ എന്താ ഇറ്റ് വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഇസ് ഡൗൺവേർഡ് ഡയറക്ഷൻ ഇൻക്രീസിങ് ദ എഫക്റ്റീവ് വെയിറ്റ് ഓഫ് ദ മൂവർ. അപ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി എഫക്റ്റീവ് വെയിറ്റ് ആക്ച്വലി കൂടുന്നുണ്ട്, അല്ല ഇവിടെ ആക്ച്വലി എഫക്റ്റീവ് വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുള്ള് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ എഫക്റ്റീവ് വെയിറ്റ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഈ പറഞ്ഞതിനെ പുഷ് ചെയ്യാൻ കുറച്ചും കൂടി കഷ്ടമാണ് പുള്ള് ചെയ്യുന്നതിനെക്കാട്ടും. therefore it is easier to pull a lawn mower than to push it. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റിന്. ഇതും വളരെ എളുപ്പ ക്വസ്റ്റിനാണ്. നിങ്ങൾ ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ക്യാച്ച് പിടിക്കുമ്പോൾ അപ്പോൾ ആടെ ഇപ്പോൾ ബോൾ ഇങ്ങനെ മുകളിൽ വരും, നമുക്ക് ക്യാച്ച് കിട്ടിയാൽ നമ്മൾ അപ്പോൾ ആടെ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്ന് പറയേണ്ടത് അപ്പോൾ ഈ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിരൽ പോവും, ആ വിരലിൻ്റെ എല്ല് ഒടിഞ്ഞു പോകും. അതിൻ്റെ പകരം എന്ത് ചെയ്യുക, നമ്മൾ രണ്ട് കൈ കൊണ്ട് പിടിക്കാൻ എൻ്റെ ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെന്താ ചെയ്യും, അതിങ്ങനെ നമ്മളെ ആ ഒരു എന്താണ് നമ്മളെ ഒരു അരേൻ്റെ അടുത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ എന്താണ് മെല്ലെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാ ബോൾ ഇങ്ങനെ എന്താണ് അടുത്തേക്ക് വരുന്നതോറും അതിങ്ങനെ പിടിക്കും. ക്യാച്ച് അതുകൊണ്ട് അങ്ങനെ ആക്ച്വലി നടക്കുന്നത് ഇമ്പൾസ് ഓർക്കേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്താണ് കൂടുന്തോറും എന്താ ടൈം കൂടുമ്പോൾ നമ്മളെ ബോൾ നമ്മളെ കയ്യിൽ ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ടൈമിലേക്ക് അത് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ടൈം ബൈ എന്താണ് ബൈ കാച്ചിങ് ഇറ്റ് എഴുതുന്നത് വൈൽ ഹോൾഡിങ് ഹാൻഡ്സ് മൂവ്സ് ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ്സ്. കൈ ബാക്കോട്ടേക്ക് വലിക്കുന്നത് മറ്റേ ക്യാച്ച് പിടിക്കേണ്ടിയിട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദ ഇമ്പൾസ്. അത്ര എഴുതി കൊടുത്താൽ മതി. എന്നാണ് ടു റെഡ്യൂസ് ദ ഇമ്പൾസ് ഹി മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് വൈൽ എന്താണ് ഹോൾഡിങ് എ ക്യാച്ച് അല്ലെ ക്യാച്ചിങ് എ ബോൾ. അത്രയല്ലോ. ഇത് നമുക്ക് ഇന്നത്തെ ഇതിൽ പറയാനുള്ളൂ. ബാക്കി നമുക്ക് ഇനി അടുത്തതിൽ കാണാം.